രവിയുടെ ഓഫീസ് വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. രവി ഓഫീസിലേക്ക് ആദ്യത്തെ 1 കിലോമീറ്റർ ദൂരം 40 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും അടുത്ത 1 കിലോമീറ്റർ ദൂരം 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എന്ത്? അപ്പോൾ രവിയുടെ വീട്, രവിയുടെ ഓഫീസ്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള യാത്രയാണ്. ഈ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട്? ആകെ 2 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മൾ രണ്ടായി പിരിച്ച് കണക്ക് ചെയ്യുകയാണ്. അതായത് ഈ യാത്രയെ 2 ഘട്ടങ്ങളായി തിരിക്കുകയാണ്. ആദ്യത്തെ 1 കിലോമീറ്റർ, അതായത് പകുതി ദൂരം, അദ്ദേഹത്തിൻ്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ. അടുത്ത പകുതി, ബാക്കി ദൂരം, അദ്ദേഹത്തിൻ്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഈ 2 ഘട്ടങ്ങളിലെയും വേഗത അറിയാം. നമ്മളെന്താ കാണേണ്ടത്? ആ യാത്രയിലെ മൊത്തം ശരാശരി വേഗത കാണണം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ, അതായത് 2 ഘട്ടങ്ങളായിട്ടാണ് ഈ കണക്ക്, 2 ഘട്ടങ്ങളുടെ യാത്ര. ഈ പ്രത്യേകത എന്താ? 2 ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ ഫോർമുല 2xy/x+y. ഈ എക്സും വൈയും 2 ഘട്ടങ്ങളിലെയും വേഗതകളാണ്. ഇപ്പോൾ വില കൊടുക്കുക 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60. 2 × 40 × 60 ബൈ 40 60 കൂട്ടുമ്പോൾ 100 എന്ന് വരും. നമുക്ക് ഈ 100ഉം അംശത്തിലത്തെ 2 പൂജ്യങ്ങൾ വെട്ടിക്കളയാം. ബാക്കി 2 × 4 × 6, 2 × 4 8, 8 × 6 48. ഇത് ശരാശരി വേഗതയാണ്. അപ്പോൾ യൂണിറ്റ് എന്താ? കിലോമീറ്റർ പ്രതി മണിക്കൂർ. 5 മീറ്റർ നീളമുള്ള ഒരു ബസ് 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കും. 5 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ ബസ് എത്ര സമയം എടുക്കും? ഇവിടെ ഒരു ബസ് പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കണക്കുള്ള ദൂരം എന്ന് പറയുന്നത് ബസ്സിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി കൂട്ടണം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാൻ ബസ്സിൻ്റെ ലെങ്ത്തും ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ബസ്സിൻ്റെ നീളം എത്രയാണ്? 5 മീറ്ററാണ്. പ്ലസ് പാലത്തിൻ്റെ നീളവും അതും 5 മീറ്ററാണ്. 5 × 5 10 മീറ്ററാണ്. എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, ദൂരം എത്ര? 10 മീറ്റർ. ഇനി വേഗത നമുക്ക് തോന്നുന്നുണ്ട്. എന്താ ബസ് വേഗത? 1 സെക്കൻഡിൽ 5 മീറ്റർ, അതായത് വേഗത 5 മീറ്റർ പ്രതി സെക്കൻഡ്. അപ്പോൾ നമുക്ക് ദൂരവും അറിയാം, വേഗത അറിയാം. അപ്പോൾ സമയം കണക്കാക്കാം. എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം പാലം കടക്കാൻ. സമയം കണക്കാക്കാനുള്ള സൂത്രവാക്യം എന്താ? ദൂരം ബൈ വേഗത. വില കൊടുത്ത് ദൂരം എത്രയാണ്? 10 ബൈ സമയം എത്ര? വേഗത എത്ര? 5. 10/5 ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇത് സമയമാണ്. സമയത്തിൻ്റെ യൂണിറ്റ് നമ്മൾ എന്താണേണ്ടത്? സെക്കൻഡാണ്, അല്ലേ? ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റ് കൊടുത്തോളം നോക്കൂ, സെക്കൻഡാണ്. അതുകൊണ്ട് സമയം 2 സെക്കൻഡാണ് പാലം കടക്കാൻ ബസ്സിന് ആവശ്യമുള്ളത്. ഒരു വാഹനം ആദ്യത്തെ 4 മണിക്കൂറിൽ 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും അടുത്ത 4 മണിക്കൂറിൽ 80 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും അടുത്ത 2 മണിക്കൂറിൽ 40 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. വാഹനത്തിൻ്റെ ശരാശരി വേഗത എത്ര? നമുക്കിവിടെ ഒരു യാത്രയുടെ 3 ഘട്ടങ്ങൾ തന്നിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലെയും വേഗതയും സമയവും തന്നിട്ടുണ്ട്. നമ്മളെന്ത് കാണണം? ആകെ യാത്രയിൽ ശരാശരി വേഗത, ആവറേജ് സ്പീഡ് കാണണം. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എത്ര സമയമുണ്ട്? 4 മണിക്കൂർ യാത്ര ചെയ്തു, അല്ലേ? അപ്പോൾ ഒക്കെ വേഗത എത്ര? 60 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. അടുത്ത ഘട്ടത്തിൽ വീണ്ടും 4 മണിക്കൂർ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വേഗത മാറ്റി മണിക്കൂറിൽ 80 കിലോമീറ്റർ ആക്കി. അവസാന ഘട്ടത്തിൽ 2 മണിക്കൂർ യാത്ര ചെയ്യുന്നു. അവിടെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഓരോ ഘട്ടങ്ങളിലും സഞ്ചരിച്ച സമയവും സഞ്ചരിച്ച വേഗതയുണ്ട്. നമ്മൾ എന്ത് കാണണം? ഈ ആകെ യാത്രയിൽ ശരാശരി വേഗത കാണണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ സമയവും വേഗതയും തമ്മിൽ ഗുണിക്കുക. സമയവും വേഗതയും ഗുണിച്ചാൽ എന്ത് കിട്ടും? ദൂരം കിട്ടും. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ വേഗത കണക്കാക്കുക. സമയം ഇൻറ്റു ദൂരം, സമയം ഇൻറ്റു ദൂരം, സമയം ഇൻറ്റു ദൂരം. അങ്ങനെ ഓരോന്നും ഗുണിച്ച് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആകെ ദൂരം കിട്ടും ബൈ ആകെ സമയം. ഇതാണ് ശരാശരി വേഗത കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സമയം ഇൻറ്റു വേഗത, സമയം ഇൻറ്റു വേഗത, സമയം ഇൻറ്റു വേഗത, ഇതെല്ലാം കൂടി ഗുണിച്ച് കൂട്ടണം. ഓരോന്നും ഗുണിച്ച് കൂട്ടണം. അപ്പോൾ എത്രയ്ക്ക്? 60 × 4, അല്ലേ? 60 × 4, പിന്നെ 80 × 4, 80 × 4, 40 × 2. ഇതെല്ലാം ഗുണിച്ച് കൂട്ടുന്നു. ഡിവൈഡഡ് ബൈ ആകെ സമയങ്ങളെല്ലാം കൂടി കൂട്ടുക. 4 + 4 + 2. 60 × 4 240, പ്ലസ് 80 × 4 320, പ്ലസ് 40 × 2 80 ബൈ 4 4 8 2 10. അംശങ്ങൾ കൂട്ടുമ്പോൾ 240ഉം 20ഉം 260ഉം 30ഉം 560 80ഉം 640 ബൈ 10. 10ഉം ഒരു 0 വെട്ടിക്കളഞ്ഞ ഉത്തരം ഇത് ശരാശരി വേഗതയാണ് 64 കിലോമീറ്റർ പ്രതി മണിക്കൂർ.
സജിൻ 800 മീറ്റർ നീളമുള്ള ഒരു പാലം 8 മിനിറ്റ് കൊണ്ട് കടന്നു. എന്നാൽ സജിൻ്റെ വേഗത എത്ര കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്? നമുക്ക് ദൂരം അറിയാം 800 മീറ്റർ, സമയം അറിയാം 8 മിനിറ്റ്. നമുക്ക് ഈ മിനിറ്റിനെ സെക്കൻഡാക്കി മാറ്റാം. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 8 മിനിറ്റ് 8 × 60 450 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ദൂരവും അറിയാം, സമയവും അറിയാം. ചോദ്യത്തിൽ വേഗത കാണാനാണ്. വേഗത കാണുക. വേഗത സമം ദൂരം ബൈ സമയം. സൂത്രവാക്യത്തിൽ വില കൊടുത്തു. എത്രയാണ്? 800 മീറ്ററും 450 സെക്കൻഡും. 800/450. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 80/48 വരും. നമുക്കിതിനെ 16 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 16 കൊണ്ട് I 16 80, 3 16 48, അത്രയും മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് കിട്ടി. ഇത് യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ്, അതായത് സെക്കൻഡിൽ ഇത്ര മീറ്റർ എന്നാണ്. പക്ഷേ ചോദ്യം സജിൻ്റെ വേഗത എങ്ങനെ കാണണം? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് കാണണം അല്ലേ? അപ്പോൾ യൂണിറ്റ് മാറ്റണം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആണെങ്കിൽ അതിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആണെങ്കിൽ അതിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 18/5 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/3 × 18/5. നമുക്ക് ഈ 5ഉം 5ഉം വെട്ടിക്കളയാം. ബാക്കി 18ഉം 3 ഹരിച്ച 6 3 18, 6. ഇത് വേഗതയല്ലേ? 6 യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ. എറണാകുളത്ത് നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തേക്ക് 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ ഒരു കാർ പുറപ്പെടുന്നു. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് 70 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ എറണാകുളത്തേക്ക് ഒരു ലോറിയും യാത്ര തിരിക്കുന്നു. എത്ര മണിക്കൂറിന് ശേഷം ഇവ തമ്മിൽ കണ്ടുമുട്ടും? എറണാകുളത്തുനിന്ന് ഒരു കാറ് ഈ ദിശയിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അതിൻ്റെ വേഗത 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലോറി അതേ സമയത്ത് ഈ ദിശയിൽ എങ്ങോട്ട് പോവുകയാണ്? എറണാകുളത്തേക്ക് പോവുകയാണ്. അതിൻ്റെ വേഗത മണിക്കൂറിൽ 70 കിലോമീറ്റർ. എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള അകലം 250 കിലോമീറ്റർ. നമുക്ക് എന്താ കാണേണ്ടത്? ഈ കാർ ഇങ്ങോട്ട് വരുന്നു, ഈ ലോറി ഇങ്ങോട്ട് വരുന്നു. എത്ര സമയം കഴിഞ്ഞാൽ ഇവ തമ്മിൽ കണ്ടുമുട്ടും എന്നാണ് കാണേണ്ടത്. അപ്പോൾ സമയം കാണണം. അപ്പോൾ നമുക്ക് ദൂരം എഴുതി. എത്രയാണ്? 250 കിലോമീറ്റർ. ഇനി വേഗത എന്ന് പറയുന്നത് ഈ 2 വാഹനങ്ങളും എതിർദിശകളിൽ സഞ്ചരിക്കുന്നു. എതിർദിശകളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വേഗത കാണാൻ, ആപേക്ഷിക വേഗത കാണാൻ ഈ 2 വേഗതകളും നമ്മൾ കൂട്ടുക. 2 വാഹനങ്ങളും എതിർദിശകളിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ആപേക്ഷിക വേഗത കാണാൻ ഈ 2 വേഗതകളും കൂട്ടുക. വിപരീത ദിശകളായതിനാൽ വേഗതകൾ കൂട്ടണം. എന്നാൽ ഈ 2 വാഹനങ്ങളും ഒരേ സ്ഥലത്തേക്ക് ഒരേ ദിശയിലാണ് പോണെച്ചാലോ നമ്മൾ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ വേഗത എത്രയൊക്കെയാണ്? 50ഉം 70ഉം കൂട്ടി 120 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്കിപ്പോൾ ദൂരം അറിയാം, വേഗത അറിയാം. സമയം കാണാൻ സൂത്രവാക്യം ദൂരം ബൈ വേഗത. വില കൊടുക്കുക 250/120. നമുക്ക് ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 25/12. ഇതിനെ മിശ്ര ഭിന്നാക്കുമ്പോൾ 25ൽ 12 12 24, ശിഷ്ടം 1/12, 2 1/12 മണിക്കൂർ. അതായത് 2 മണിക്കൂറുണ്ട്, 1/12 മണിക്കൂറുണ്ട്. നമുക്ക് ഈ മണിക്കൂറിനെ, ഇത് ഒരു മണിക്കൂറില്ല, മണിക്കൂറിൻ്റെ 12 ഭാഗിച്ചാൽ ഒരു ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മിനിറ്റാക്കി മാറ്റാം. 2 മണിക്കൂറും മണിക്കൂറിനെ എങ്ങനെ മിനിറ്റാക്കുക? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/12 × 60. ഇത് ഹരിക്കുമ്പോൾ എന്ത് വരും? 5 എന്ന് വരും അല്ലേ? I 12 60. ആ 1 × 5 5. ഇപ്പം മിനിറ്റായി മാറി. അപ്പോൾ ആകെ സമയം എത്ര? ഈ 2 മണിക്കൂറുണ്ട്, ബാക്കി 5 മിനിറ്റും. 2 മണിക്കൂറും 5 മിനിറ്റും കഴിയുമ്പോഴാണ് ഈ 2 വാഹനങ്ങളും തമ്മിൽ കണ്ടുമുട്ടുക. ഒരാൾ 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു. അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? നോക്കുമ്പോൾ നമുക്ക് സമയം അറിയാം, 5 മിനിറ്റാണ്. നമുക്കതിനെ സെക്കൻഡാക്കി മാറ്റാം. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 5 മിനിറ്റ് 5 × 60 300 സെക്കൻഡ്. ഇപ്പോൾ സമയം കിട്ടി 300 സെക്കൻഡ്. ദൂരോ 700 മീറ്റർ അല്ലേ? അപ്പം നമുക്ക് ഈ ദൂരവും സമയവും വെച്ചിട്ട് വേഗത കാണാം. വേഗത സമം ദൂരം ബൈ സമയം 700 മീറ്റർ ബൈ 300 സെക്കൻഡ്. നമുക്ക് ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? 7/3 മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് കിട്ടി. അതായത് ഒരു സെക്കൻഡിൽ 7/3 മീറ്ററാണ് അയാൾ സഞ്ചരിക്കുക. ചോദ്യം പക്ഷേ അയാളുടെ വേഗത എങ്ങനെ കാണണം? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് കാണണം. ഇത് സെക്കൻഡിൽ എത്ര മീറ്റർ എന്നാണ്. ഇതുപോലെ
മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് കാണണം. അപ്പോൾ ഈ വേഗതയുടെ ഒരു യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡാണ്, മറ്റൊരു യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. മീറ്റർ പ്രതി സെക്കൻഡിലുള്ള യൂണിറ്റിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7/3 × 18/5 എന്ന് വരും. ഇതിൽ നമുക്ക് ഈ 3ഉം 18ഉം ഹരിക്കുമ്പോൾ 6 വരും അല്ലേ. അപ്പോൾ 7 × 6/5 എന്ന് വരും. ഗുണിക്കുമ്പോൾ 7 6 42/5 എന്ന് വരും. ഇത് നമുക്ക് ഹരിക്കുമ്പോൾ നോക്കൂ, 42 5 8 5 40 അല്ലേ. പിന്നെ 2 ഉള്ളൂ ശിഷ്ടം, ആ 2 പൂലല്ലോ, അതുകൊണ്ട് പോയിൻ്റ് ഇട്ടു. എന്നിട്ട് 2ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 20 എന്ന് വരും. ആ 20 5 4 5 20. ഇപ്പോൾ കിട്ടിയത് വേഗതയാണ്. നമ്മൾ മീറ്റർ പ്രതി സെക്കൻഡിൽ കിട്ടിയിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, കിലോമീറ്റർ പ്രതി മണിക്കൂറിലാക്കി. ഉത്തരം 8.4 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്ന് വിപരീത ദിശകളിലേക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിലും 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ കാറുകൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. അപ്പോൾ ഇതാണ് കാറ് പുറപ്പെടുന്ന സ്ഥലം എന്ന് സങ്കല്പിക്കുക. ഇവിടുന്ന് ഒരു കാർ ഈ ദിശയിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്ത കാർ ഈ ദിശയിൽ മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താ കാണേണ്ടത്, അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കാറുകൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കാറുകൾ തമ്മിലുള്ള അകലം, അതായത് നമ്മൾ ഈ ദൂരം കണ്ടുപിടിച്ചാൽ മതി. അരമണിക്കൂർ കഴിയുമ്പോൾ നോക്കൂ, ഈ കാറ് 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അരമണിക്കൂറിൽ എത്രയായിരിക്കും, ഇതിൻ്റെ പകുതിയായിരിക്കും, 25 കിലോമീറ്റർ അല്ലേ. അതുപോലെ ഈ കാർ ഇങ്ങോട്ട് 1 മണിക്കൂറിൽ എത്ര പോകണു, 70 കിലോമീറ്റർ. അരമണിക്കൂർ കഴിയുമ്പോഴോ അതിൻ്റെ പകുതി 35 കിലോമീറ്റർ. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഈ കാർ എത്ര ദൂരം പോയിരിക്കും, 25 കിലോമീറ്റർ. ഇവിടെ ഇങ്ങോട്ടുള്ള കാറോ 35 കിലോമീറ്റർ. അതായത് ഈ ദൂരം 25 കിലോമീറ്ററും ഈ ദൂരം 35 കിലോമീറ്ററുമാണ്. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കാറുകൾ തമ്മിലുള്ള അകലം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. 25 + 35 കൂട്ടുമ്പോൾ 60 കിലോമീറ്റർ. എ, ബി എന്നീ വ്യക്തികൾ മണിക്കൂറിൽ യഥാക്രമം 3 കിലോമീറ്റർ, 3.75 കിലോമീറ്റർ വേഗതയിൽ ഒരു സ്ഥലത്തേക്ക് ഒരേ സമയം പുറപ്പെട്ടു. ബി എന്ന വ്യക്തി എയേക്കാൾ അരമണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്ത് എത്തി. സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കാണുക. അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്നത് എ, ബി 2 പേരാണ്. എ എന്ന വ്യക്തിയുടെ വേഗത മണിക്കൂറിൽ 3 കിലോമീറ്റർ, ബി എന്ന വ്യക്തിയുടെ വേഗത മണിക്കൂറിൽ 3.75 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 2 പേരും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിൽ ആരാണ് ആദ്യം എത്തുക, ബി ആണ് ആദ്യം എത്തുക. കാരണം ബിയുടെ വേഗത കൂടുതലാണല്ലോ അല്ലേ. ബി എപ്പോൾ എത്തും, എ എത്തുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തും. അതായത് ബി എത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ എ എത്തുള്ളൂ. നമ്മൾ കാണേണ്ടത് ഇവർ സഞ്ചരിച്ച ദൂരം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ, ആ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ് നമ്മൾ കാണേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. അകലം S1 × S2 / S1 - S2 × T. S1ഉം S2ഉം 2 സ്പീഡുകൾ, 2 വേഗതകൾ. അപ്പോൾ എത്രയൊക്കെയാണ്, 3.75 × 3 / 3.75 - 3 ഇൻറ്റു ഈ ടി പറഞ്ഞ ടൈം ഇൻ്റർവെൽ, സമയത്തിൻ്റെ ഇടവേള. അത് എത്ര വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ അവിടെ എത്തിച്ചേരുന്നത്, അരയല്ലേ, അരമണിക്കൂർ. അപ്പോൾ 1/2. അപ്പോൾ നമ്മൾ അംശം തൽക്കാലം അതുപോലെ എഴുതുക. 3.75 × 3 / 3.75 നിന്ന് 3 കുറച്ചാൽ 3/4, അതായത് 0.75 × 1/2. ഈ അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. കണ്ടു, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്, ഛേദത്തിലും ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ദശാംശം ഒഴിവാക്കാം, ഡെസിമൽ വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് വരും, 375 × 3/75 × 1/2. നമുക്ക് ഈ 375ഉം 75ഉം ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടും. 75നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 5 5 25, ശിഷ്ടം 2, 5 7 35, 2 37. അപ്പോൾ ഇവിടെ ഇത് ഹരിക്കുമ്പോൾ 5 കിട്ടും. അപ്പോൾ 5 × 3 × 1/2. 5 × 3 15 × 1 15/2. 15/2 പറഞ്ഞാൽ 15ൻ്റെ പകുതി, അതായത് 7.5 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ച ദൂരം.